കൊല്ലം സുധി 3 വിവാഹം കഴിച്ചതിൽ നടൻ്റെ കുടുംബത്തിന് ഇന്നും സ്നേഹവും ബഹുമാനവുമുള്ളത് ആദ്യ ഭാര്യ ശാലിനിയോട് മാത്രമാണ്. പിന്നീട് സുധിയുടെ ജീവിതത്തിൽ വന്ന വീണയോ രേണുവോ ഒന്നും നല്ല മരുമകളായിരുന്നില്ല. രേണുവും കുടുംബവും കാണിച്ചിരുന്ന ഡ്രാമകൾക്കെതിരെ കിച്ചു പ്രതികരിക്കാതിരുന്നത് അനിയൻ ഋതപ്പനോടുള്ള സ്നേഹം കൊണ്ടാണ്. രേണു അവൾക്ക് ഒരു കുട്ടിയാകും വരെ മാത്രം കിച്ചുവിനെ സ്നേഹിച്ചത്. മകന് ഒരു കൂട്ടെന്ന് കരുതി സുധി ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം വീണ്ടും വിവാഹം കഴിച്ചത്. പക്ഷേ മകനെ ആദ്യം കയ്യിലെടുത്ത് സുധിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു രേണു. സുധിയുടെ ജീവിതം ഇത്രത്തോളം തകരാൻ കാരണവും അയാളുടെ ജീവിതത്തിലേക്ക് വന്ന 3 പെണ്ണുങ്ങളാണ്. പേഴ്സണൽ ഈഗോ ക്ലാഷിൻ്റെ പേരിലാണ് ആദ്യ ഭാര്യ ശാലിനി സുധിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. സുധിയുടെ കുടുംബത്തിന് സുധിയുടെ ആദ്യ ഭാര്യയോട് മാത്രമേ ഇന്നും ബഹുമാനവും സ്നേഹവുമുള്ളൂ. വീണയോ രേണുവോ ഒന്നും നല്ല മരുമകളായിരുന്നില്ല. പക്ഷേ കിച്ചുവിൻ്റെ അമ്മ ശാലിനി നല്ല മരുമകളായിരുന്നു. ഏറ്റവും പാവവും മര്യാദയുള്ളവളും ശാലിനിയായിരുന്നു. കൈക്കുഞ്ഞിനെ വിട്ട് പോകേണ്ട സ്ഥിതിയിലേക്ക് ആ സ്ത്രീയെ എത്തിച്ചത് സുധിയാണ്. അമ്മയോട് കിച്ചുവിന് ഇന്നും പരാതിയും വെറുപ്പും ഒന്നുമില്ല. ആ സ്ത്രീ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ കിച്ചുവിന് ഇങ്ങനെയൊരവസ്ഥ വരുമായിരുന്നില്ല. അവർ തീർച്ചയായും ഓടിയെത്തുമായിരുന്നു. കിച്ചു കുറച്ചധികം ഭക്ഷണം കഴിച്ചാൽ പോലും വീണ പ്രശ്നങ്ങളുണ്ടാക്കുമായിരുന്നു. ഒരു പരിധി വിട്ട് കിച്ചുവിൽ അധികാരം കാണിക്കാൻ സുധിയുടെ ചേട്ടൻ്റെ ഭാര്യയ്ക്കോ ചേട്ടത്തിമാർക്കോ കഴിയില്ല. കാരണം അവൻ അമ്മയില്ലാത്ത കുഞ്ഞാണ്. കിച്ചുവിനോട് അധികാരം കാണിച്ചാൽ സുധി അത് വേറെ രീതിയിൽ എടുക്കും. കിച്ചുവിന് ചിലവിന് സുധി പണം കൊടുക്കുന്നത് പോലും രേണുവിന് ഇഷ്ടമായിരുന്നില്ല. രേണുവും കുടുംബവും കാണിക്കുന്ന ഡ്രാമകൾക്ക് എതിരെ കിച്ചു പ്രതികരിക്കാതിരുന്നത് ഋതപ്പനെ ഓർത്ത് മാത്രമാണ്. പലതും കിച്ചു ക്ഷമിച്ചു, കണ്ണടച്ചു. രേണുവിൻ്റെ നുണയും കരച്ചിലും കൊണ്ട് ഒന്നും വെളുപ്പിക്കാനാകില്ല. രേണുവിൻ്റെ സർവ്വരഹസ്യങ്ങളും അവളുടെ ചേച്ചിക്കറിയാം. രേണുവിൻ്റെ ലൈഫിൽ വന്നുപോയ പുരുഷന്മാരുടെ കണക്ക് ചേച്ചിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ചേച്ചി ആവശ്യപ്പെടുന്ന പണം രേണുവിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചേച്ചിയെ താങ്ങി നിർത്തുന്നത്. ബിഷപ്പ് കിച്ചുവിന് ഇടയ്ക്ക് പണം കൊടുക്കുമായിരുന്നു. അതും രേണുവും കുടുംബവും വിലക്കി. കിച്ചു കള്ളുകുടിച്ച് ചീത്തയാകുമെന്ന് ബിഷപ്പിനോട് രേണു പറഞ്ഞു. അവന് പണം കിട്ടാനുള്ള എല്ലാ മാർഗവും രേണു അടച്ചു. അവനും ഒറ്റപ്പെട്ട് ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയാണ് രേണുവിനെന്നും ആണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. രേണുവുമായുള്ള വിവാഹശേഷം കുറച്ചു കാലം ലൈഫ് സന്തോഷം നിറഞ്ഞതായിരുന്നു. പിന്നീട് കോട്ടയത്തെ വീട്ടിൽ താൻ ഒറ്റപ്പെട്ടുവെന്നും കിച്ചു പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തനിക്കൊപ്പം സമയം ചിലവഴിക്കുന്നത് പോലും കുറവായിരുന്നുവെന്നും കിച്ചു വെളിപ്പെടുത്തിയിരുന്നു.